നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന ദിവസം നടക്കാൻ പോകുന്ന S4 സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2021 ജൂലൈയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രോബബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാം. വളരെ ഈസി ആയിട്ടുള്ള 3 മാർക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, determine the binomial distribution for which mean is 4 and variance is 3. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ NP ആണ് അല്ലേ. NP 4 ആണെന്ന് തന്നിട്ടുണ്ട്. വാരിയൻസ് NPQ ആണ്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? NPQ ബൈ NP ചെയ്ത് കഴിഞ്ഞാൽ Q ദാറ്റ് ഇസ് ഈക്വൽ ടു 3/4 അല്ലേ. Q 3/4 ആണെങ്കിൽ P എന്താ? P ഈസ് 1 മൈനസ് ശരിയല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 ആണ്. ഇനി അത് തിരിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, NPയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N ഇൻറ്റു 1/4 ഈക്വൽ ടു 4 എന്ന് വരും. N ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പോൾ N 16 ആണ്. ദെൻ ഇവിടെ P 1/4ഉം Q 3/4 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ PDF എഴുതുക, PMF എഴുതുക എന്നുള്ളതാണ്. P of x ഈക്വൽ ടു എക്സ് എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ NCX P raised to x Q raised to N minus x എന്ന് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ P of x ഈക്വൽ ടു എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ 16 ആ കിട്ടിയ 16CX 1/4 raised to x ആൻഡ് 3/4 raised to 16 minus x. ഇതാണ് അതിൻ്റെ PMF. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇപ്പോൾ ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. അതിനകത്ത് x follows Poisson distribution with the mean 6. ലാംഡയാണ് Poisson ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ. അത് എത്രയാണ്? 6 ആണ്. ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം. വാരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. വാരിയൻസ് ഓഫ് എക്സും എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. ദാറ്റ് ഈസ് അഗെയിൻ 6. അത് നമുക്ക് വേഗം കിട്ടും. ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ Poisson ഡിസ്ട്രിബ്യൂഷൻ്റെ PDF അല്ലെങ്കിൽ PMF? e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് അല്ലേ. P ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. P of x equal to 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിയേ? e raised to minus lambda is 6 അല്ലേ. 6 into 6 raised to 1 divided by 1 factorial. ആൻസർ വരിക 6 by e raised to 6 എന്നാണ്. 6 by e raised to 6 ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.